നബീൽ കെമാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ചെറിയൊരു കഥ പറയട്ടെ. ഒരു നാട്ടുരാജ്യത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ആ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടിട്ട് തീർത്തു കൊടുക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു. അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ആ സന്യാസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളൊരു മനോഭാവം മനസ്സിൽ ഉദിച്ചു. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരു ദിവസം അവസരം വന്ന സമയത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടി അദ്ദേഹം ഈ സന്യാസിൻ്റെ അടുക്ക് എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ കൈകൾ സന്യാസിക്ക് നേരെ നീട്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഓ മഹാപണ്ഡിത, എൻ്റെ കൈക്കുള്ളിൽ ഒരു പൂമ്പാറ്റയുണ്ട്. ആ പൂമ്പാറ്റ മരിച്ചു പോയോ അല്ല അതിന് ജീവനുണ്ടോ എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ എന്ന് ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ സന്യാസി ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസിക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരഭാവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എനിക്കുള്ളൊരു പണിയാണ് എന്നുള്ളത്. അങ്ങനെ സന്യാസി അദ്ദേഹത്തോട് സൗമ്യമായിട്ട് പറഞ്ഞു, ആ പൂമ്പാറ്റയുടെ ജീവന് നിങ്ങളുടെ കയ്യിലാണ്. അതിനെ നിങ്ങൾക്ക് ജീവനോടെ പറത്തിവിടാൻ പറ്റും. അതിനെ നിങ്ങൾക്ക് ഞെക്കി അമർത്തി കൊല്ലാൻ പറ്റും. കാരണം അത് തന്നെയാണ് ആ വ്യക്തി ഉദ്ദേശിച്ചത്. സന്യാസി പൂമ്പാറ്റ ജീവനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞെക്കി കൊല്ലാൻ പാകത്തിലാണ് പിടിച്ചിരുന്നത്. അതുപോലെ തന്നെ സന്യാസി അതിന് ജീവനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെല്ലെ തുറന്നുവിടാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ ആ സന്യാസി അത് പറയലോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സുണരുകയും അതുപോലെ തന്നെ അവിടെയുള്ള കാണപ്പെട്ട എല്ലാ ആൾക്കാരുടെയും മനസ്സുണരുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതവും ഇതുപോലെ തന്നെയാണ്, നമ്മളുടെ കൈക്കുമ്പിലാണ്. അതിനെ നമ്മൾ എത്രമാത്രം ഭംഗിയാക്കണമെന്ന് ഉദ്ദേശിക്കേണ്ടതും നമ്മളാണ്, അതിന് പ്രയത്നിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഇന്ന് കിട്ടുന്നതിൽ മാത്രം നമ്മൾ സംതൃപ്തരാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂമ്പാറ്റയെ പോലെ അതിനുള്ളിൽ ഞെരുങ്ങിയവരാണ്. നേരെ മറിച്ച് നമുക്ക് ഇനിയുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ഉയർച്ചകളിലേക്ക് വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ജീവനുള്ള പൂമ്പാറ്റകൾ പോലെയാണ്. അതുകൊണ്ട് ജീവനുള്ള പൂമ്പാറ്റകൾ പോലെ നമ്മൾ പറന്നു നടക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.